ഹായ് ഫ്രണ്ട്സ്, മലയാളത്തിൻ്റെ സ്വന്തം മലയാളം ടെക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന QR കോഡിനെ കുറിച്ചാണ്. QR കോഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. QR കോഡ് നിർമ്മിക്കാനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ ഒരു QR കോഡ് നിർമ്മിക്കാം എന്ന് നമുക്ക് പഠിക്കാം. അതിനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിൽക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് നിർമ്മിക്കാം. അല്ലെങ്കിൽ URL ഉപയോഗിച്ച്, അതായത് നമ്മുടെ വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ എന്തെങ്കിലുമാണ് QR കോഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇമെയിൽ ID, ഫോൺ നമ്പർ, SMS, കോൺടാക്റ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ഇതിൽ സെലക്ട് ചെയ്ത് QR കോഡ് രീതിയിലാക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എങ്ങനെ ഒരു QR കോഡ് ആക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി URL സെലക്ട് ചെയ്യുക. URL സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ http:// എന്ന് കാണും. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ടൈറ്റിൽ കാണും. നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഇടതുഭാഗത്തായിട്ട് ഒരു QR കോഡിൻ്റെ ഐക്കൺ കാണിച്ചിരിക്കും. ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് മോഡൽ QR കോഡിൻ്റെ ഇത് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഓൾറെഡി ഡിഫാൾട്ടായിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ QR കോഡ് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഇനി മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ഈ സേവ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിൽ സേവ് ആവുന്നതാണ്. ഇനി നമ്മൾ സേവ് ചെയ്ത QR കോഡ് ഒരു QR കോഡ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റാസ് വരുമോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി QR കോഡ് സ്കാനർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഞാനൊരു QR കോഡ് സ്കാനർ വെച്ച് ഇപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് വന്നതായിട്ട്. ഇനി ഓപ്പൺ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോകുന്നതാണ്. കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. ഡൗൺലോഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു കോൺടാക്റ്റ് QR കോഡ് ആക്കണമെങ്കിൽ URL സെലക്ട് ചെയ്തതിന് ശേഷം കോൺടാക്റ്റ് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെയിം എൻ്റർ ചെയ്യുക. കമ്പനി നെയിം ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് QR കോഡ് കൊടുക്കുക. ജനറേറ്റ് ആയി കഴിയുമ്പോൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേവ് ചെയ്ത QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ രീതിയിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ സേവ് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോസ് ആദ്യം നിങ്ങളിൽ എത്തുന്നതാണ്.